ഇൻവെസ്റ്റിംഗ് ഇൻസൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ MST ബ്ലോക്ക് ചെയിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർ ആ വീഡിയോ കാണുകയും ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഒരുപാട് പേരുടെ സംശയമായിരുന്നു MST രജിസ്ട്രേഷനും ഫ്രാക്ഷൻ ഷെയർ വാങ്ങുന്നതും. ഇന്നത്തെ വീഡിയോയിൽ അതാണ് നോക്കാൻ പോകുന്നത്. MST രജിസ്ട്രേഷൻ ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ആണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ സേഫ്പാൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സേഫ്പാലിന് അകത്ത് നമുക്ക് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി സേഫ്പാൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ആഡ് വാലറ്റ് കൊടുക്കുക. അതിനകത്ത് ഒരു ക്രിയേറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 6 അക്കമുള്ള സെക്യൂരിറ്റി കോഡ് സെറ്റ് ചെയ്യുക. ബാക്കപ്പ് കൊടുക്കാൻ വേണ്ടി ബാക്കപ്പ് നൗ ക്ലിക്ക് ചെയ്യുക. അതിൽ ബാക്കപ്പ് മാനുവൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ 12 വേർഡ്സ് കിട്ടും. അതാണ് ഇതിന്റെ കീ. അത് നമ്മൾ എടുത്ത് വാലറ്റിൽ സൂക്ഷിക്കുക. അതിനുശേഷം ബ്ലോക്ക് ചെയിൻ ആഡ് ചെയ്യുവാൻ വേണ്ടി ഡിസ്കവറിൽ mstscan.com എന്ന് ടൈപ്പ് ചെയ്യുക. സൈറ്റ് ലോഡ് ആയ ശേഷം താഴെ ആഡ് MST മെയിൻനെറ്റ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇങ്ങനെ ഒരു പേജ് കാണാം. ഇത് ഓട്ടോമാറ്റിക്കലി ഫുൾ ഫിൽ ആയി വന്നിട്ടുണ്ടാകും. താഴെ ഇമ്പോർട്ട് കൊടുക്കുക. അതിനുശേഷം തിരിച്ച് വാലറ്റിലേക്ക് വരിക. അവിടെ മാനേജ് ക്രിപ്റ്റോ എന്ന ഓപ്ഷൻ കാണാം. മാനേജ് ക്രിപ്റ്റോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ MST എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ റിസീവ്ഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്രസ് കോപ്പി ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആധാർ നമ്പർ ആഡ് ചെയ്ത് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യലാണ്. അതിനുശേഷം മെയിൽ ID ടൈപ്പ് ചെയ്യുക. OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അടുത്തതായി നമ്മുടെ പാൻ കാർഡ് നമ്പർ ആഡ് ചെയ്യുക. ഇതൊരു ഫുൾ KYC ആണ് ചെയ്യുന്നത്. പാൻ കാർഡ് എൻ്റർ ചെയ്തു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് കാണാൻ കഴിയും. മുകളിൽ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ മെനുവിൽ മുകളിൽ നിങ്ങളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ താഴെയായി പ്ലസ് ബട്ടൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത MSTC റിസീവ് അഡ്രസ് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. KYC ചെയ്തു കഴിഞ്ഞാൽ അടുത്തതായി ഫ്രാക്ഷൻ ഷെയർ പർച്ചേസ് ചെയ്യലാണ്. വലത് സൈഡിൽ മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ പർച്ചേസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഷെയറിന്റെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക. ഞാൻ ഇവിടെ 5 ഷെയർ ആണ് വാങ്ങുന്നത്. എമൗണ്ട് 10,156 വരുന്നത്. അതിനുശേഷം ഓഫ്ലൈൻ സെലക്ട് ചെയ്തിരുന്ന സമയത്ത് ഒരു QR കോഡ് കാണാം. ഈ ഒരു QR കോഡിലേക്ക് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് റെസീപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. നമ്മൾ എത്രയാണോ പേയ്മെന്റ് ചെയ്തത് അതിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പർച്ചേസ് സെറ്റ് ചെയ്യുക. UTR നമ്പർ അവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ശേഷം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത സ്ക്രീൻഷോട്ട് അവിടെ അപ്ലോഡ് ചെയ്യുക. GST അടയ്ക്കുന്ന ആളാണെങ്കിൽ GST നമ്പർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ സക്സസ് എന്ന് മുകളിൽ വന്നിട്ടുണ്ടാകും. 2 മണിക്കൂറിനുള്ളിൽ കമ്പനി അത് വെരിഫൈ ചെയ്ത ശേഷം അപ്രൂവൽ നൽകുന്നതാണ്. MST ബ്ലോക്ക് ചെയിനെ കുറിച്ച് അറിയാനും Zoom മീറ്റിംഗുകളെ കുറിച്ച് അറിയാനും താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ.